നമസ്കാരം. ഡയറക്ടർ ഷാഹി കബീർ, ജോസഫ്, ഇലവിഴ പൂഞ്ചിറ, നായാട്ട്, അങ്ങനെ കുറേ സിനിമകൾക്ക് കഥ എഴുതിയിട്ടുള്ള ഇലവിഴ പൂഞ്ചിറ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. കുറച്ച് പേർക്കൊക്കെ അറിയാം, ആളൊരു പോലീസ് ഓഫീസറാണ്. ഒരു പോലീസായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറേ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലും നമുക്ക് അല്ലെങ്കിൽ കാണിച്ചു തന്നു, എഴുത്തിലൂടെ നമ്മളെ അറിയിച്ചു തന്നു. ഈ ചിത്രത്തിലും ഒരു പോലീസ് സ്റ്റോറി തന്നെയാണ്. റോന്ത്, റോഷൻ മാത്യു, ദിലീഷ് പോത്തൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇന്നലെ തിയേറ്ററിൽ റിലീസ് ചെയ്ത പടമാണ് റോന്ത്. നൈറ്റ് പട്രോളിങ്ങിന് ഇറങ്ങുന്ന രണ്ട് പോലീസുകാരുടെ കഥയാണ് ഈ സിനിമ. നമുക്കൊരു ഹൊറർ മൂവീസിൽ കിട്ടാവുന്ന അത്രയും ഒരു ഹൊറർ മൂവി കാണുമ്പോഴുള്ളൊരു ഭയപ്പെടുത്തുന്ന സംഭവങ്ങളെല്ലാം ഈ സിനിമയിൽ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഇത് പ്രേതപ്പടമൊന്നുമല്ല, പക്ഷേ അത്രയും ഗംഭീരമായിട്ട് അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ വിഷ്വലൊക്കെ അല്ലെങ്കിൽ BGM ആണെങ്കിലും നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി കാണാവുന്ന ഒരു സിറ്റുവേഷൻ ഈ പടത്തിൽ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസിലാണെങ്കിൽ ദിലീഷ് പോത്തൻ ഒരു രക്ഷയില്ല. ദിലീഷ് പോത്തൻ ഡയറക്ടർ പറയുന്നുണ്ട്, എൻ്റെ പോലീസ് കഥാപാത്രങ്ങൾ ഒരിക്കലും ഒരു മാസായിരിക്കില്ല, ഒരു മനുഷ്യനായിരിക്കും, ഒരു പച്ചയായ മനുഷ്യനായിരിക്കും. സത്യമാണ്. ദിലീഷ് പോത്തൻ ഇതിൽ മാസ് കാണിക്കാനായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ഓരോ ഡയലോഗുകളും ഓട്ടോമാറ്റിക് നമ്മൾ കൈയടിച്ചു പോകും. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അവരനുഭവിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നുള്ളത് എത്ര ക്ലിയർ ആയിട്ടാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ടായിരിക്കാം അത്രയും നമുക്ക് വേഗം മനസ്സിലാക്കി തരാൻ അവർക്ക് കഴിയുന്നത്. ഇപ്പോൾ ആക്ഷൻ ഹീറോ ബൈജു എന്നുള്ള സിനിമ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അകത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിനൊക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമ മുഴുവൻ. ഓരോ പരാതികൾ കൊണ്ടുവരുന്നു, ആ പരാതികൾക്ക് സൊല്യൂഷൻ കാണുകയും ഇത്തരം ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണെങ്കിൽ ഇത് നേരെ ഓപ്പോസിറ്റ്. സ്റ്റേഷൻ്റെ പുറത്ത് ഒരു റോന്ത് ചുറ്റാൻ പുറത്ത് ഇറങ്ങുമ്പോൾ കാണുന്ന കുറേ സംഭവങ്ങളെയാണ് നമുക്ക് ബാക്ക് ടു ബാക്ക് അവർ കാണിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ അത് ലാസ്റ്റ് കൊണ്ട് എങ്ങനെയാണ് അത് കൊണ്ട് എത്തിച്ചേരുന്നത്, എന്തായി അതിൻ്റെ ലാസ്റ്റ് എന്നൊക്കെ അത് പടം കാണേണ്ട വേണം. ഒരു കണക്റ്റാണ്, നമ്മളോടൊന്ന് കണക്ട് ചെയ്ത് പോകുന്നത്, ഇങ്ങനെ ഇരുത്തും നമ്മളെ. ത്രില്ലർ പടം കൂടിയായിട്ട് നമുക്കിതിനെ കാണാം. അപ്പോൾ എന്തായാലും റോന്ത് ഒരു നല്ലൊരു തിയേറ്റർ വാച്ചാണ്. ഷാഹി കബീറിൻ്റെ ഇനിയും ഒരുപാട് സിനിമകൾ, ഇതുവരെയുള്ള കുറേ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിനിമകൾ അദ്ദേഹം ഇറക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. വരട്ടെ. നമ്മുടെ മലയാള സിനിമയിൽ ചെറിയ പ്ലോട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും സിനിമകൾ ചെയ്യാൻ കഴിയുന്നതെന്ന് മറ്റു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തുള്ളവർ നമ്മളെ അത്ഭുതത്തോടെ നോക്കി കാണാറുണ്ട്. അവരുടെ മുന്നിലേക്കാണ് റോന്ത് എന്ന ചിത്രമായിട്ട് വീണ്ടും ഒരു മലയാളി അല്ലെങ്കിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിട്ട് ഷാഹി കബീർ വന്നിരിക്കുന്നത്. ഒരു ഗംഭീര സിനിമ, സൂപ്പർ പടം എന്ന് തന്നെയാണ്. ഓക്കെ, അടുത്ത വീഡിയോ.